ഹലോ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉച്ചയ്ക്ക് ഊണിനായിട്ട് ഒരു ഒഴിച്ചുകറി തയ്യാറാക്കുവാണ്. പരിപ്പ് കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പരിപ്പിൻ്റെ കൂടെ ചീരയും കൂടി ഇട്ടാണ് ഉണ്ടാക്കുന്നത്. അതൊരു പ്രത്യേക ടേസ്റ്റുള്ളൊരു ചീരയാണ്. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പരിപ്പൊന്ന് കഴുകി കുക്കറിനകത്തേക്ക് എടുക്കുവാണേ. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുള്ള കൂട്ടുകാരുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മുടെ നാടൻ രീതിയിലുള്ള പാചകങ്ങളൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം കാണാനായിട്ട് ശ്രമിക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ കുക്കറിലേക്ക് പരിപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഒരു സവാള നീളത്തിലൊന്ന് അരിഞ്ഞെടുക്കുവാണ്. അല്പം കട്ടി കുറഞ്ഞ എടുക്കുവാണ്. അപ്പോൾ സവാള തന്നെ വേണമെന്നില്ല, നമുക്ക് ചെറിയ ഉള്ളി എടുക്കാം കേട്ടോ. അപ്പം ഞാനിപ്പോൾ മീഡിയം സൈസ് ഒരു സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ചീര. ചീരയുടെ പേര് എനിക്കറിയില്ല. ഈ ടൈപ്പ് ചീരയാണ്. എന്തായാലും മുട്ടയൊക്കെ ഒഴിച്ച് തോരൻ വെച്ചാൽ നല്ല ടേസ്റ്റാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാനിന്ന് പരിപ്പിൻ്റെ കൂടെ ഇതിടാമെന്ന് കരുതിയത്. പരിപ്പിൻ്റെ കൂടെ നമ്മൾ മുരിങ്ങയിൽ മറ്റുള്ള ചീരയൊക്കെ ഇട്ട് വയ്ക്കാറുണ്ടല്ലോ. അപ്പോൾ തക്കാളിയൊക്കെ ചേർത്ത് വയ്ക്കാറുണ്ട്. അപ്പോൾ ഇന്ന് നല്ല ടേസ്റ്റുള്ളൊരു ചീരയാണിത്. ഈ ചീരയും കൂടെയാണ് ഇട്ട് കറി വെക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ചീരയും കൂടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി സവാളയും ചീരയും കൂടെ നമുക്ക് പരിപ്പിനകത്തേക്ക് ഒരുമിച്ച് വേവിക്കാനായിട്ട് ഇടാവേ. പിന്നെ മുളകിന് നമുക്ക് പച്ചമുളക് ഉണ്ടെങ്കിൽ കീറിയിട്ടാൽ മതി. ഞാനിപ്പോൾ കാന്താരിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ കാന്താരി ചെറുതായിട്ടൊന്ന് ചതച്ചിട്ട് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുവാണേ. നമ്മൾ തേങ്ങ അരയ്ക്കാത്ത കറിയാണ് കേട്ടോ വയ്ക്കുന്നത്. പിന്നെ ഇതാ വെള്ളം ആവശ്യത്തിന് ഒഴിച്ചിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്തിട്ട് കുക്കറൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിക്കാനായിട്ട് വയ്ക്കാം. ഒരു 3-4 വിസിൽ അടിക്കണം കേട്ടോ. നന്നായിട്ട് പരിപ്പ് വെന്തുടയണം. അപ്പോൾ നമ്മൾ തേങ്ങ അരയ്ക്കാത്ത കറി ആയതുകൊണ്ട് തന്നെ അത് അത്യാവശ്യം നല്ല കുറുകി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് ചപ്പാത്തിക്കും ചോറിനും ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. രാവിലെയൊക്കെ തിരക്ക് പിടിച്ച് ഓഫീസിലൊക്കെ പോകാനായിട്ട് കറി തയ്യാറാക്കുന്നവർക്ക് ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അപ്പോൾ പരിപ്പ് കറി നമുക്ക് 10 മിനിറ്റ് കൊണ്ട് തന്നെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ ഏറ് കളഞ്ഞിട്ട് അടപ്പ് തുറന്നെടുക്കാമേ. എന്നിട്ട് നമുക്ക് പരിപ്പ് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ അതേ പാകത്തിന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കടുക് വറുത്ത് ഇടാം. കടുകും കറിവേപ്പില 2 പത്തലമുളകും ഒക്കെ കൂടെ ഒന്ന് നന്നായിട്ട് വഴറ്റി നമുക്ക് ആ കറിയിലേക്ക് ചേർക്കാം കേട്ടോ. അപ്പോൾ ഒരു പ്രത്യേക സ്വാദ് കിട്ടും. ഒരുപാട് എണ്ണയൊന്നും വേണ്ട, നമുക്ക് ഒരല്പം എണ്ണ മാത്രം ചേർത്താൽ മതി. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ രീതിയിലുള്ള ഒരു പരിപ്പ് കറിയാണ് ഇവിടെ തയ്യാറായിരിക്കുന്നത്. അപ്പോൾ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനൊക്കെ ആയിട്ട് ഒത്തിരി നല്ലതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുതേ. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.